ത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ടുകൊണ്ട് ഈ ദൂത് ഇടപെടുക. ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നിമിത്തമുള്ള ജീവിതത്തിൽ അകത്തളങ്ങളിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടുപോയി, ഹൃദയത്തിലെ ആശ്വാസം നഷ്ടപ്പെട്ടുപോയി, ഹൃദയത്തിലെ സമാധാനം നഷ്ടപ്പെട്ടുപോയി. യേശു അത് തരാൻ പോവുക. കർത്താവ് ആ വിഷയത്തെ തൊട്ടും ആ വിഷയത്തിന്മേൽ വിടുതൽ കൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ചില സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ, ആശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവ് മടക്കിത്തരാൻ പോകുന്നു. അസ്വസ്ഥത നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ആശ്വാസത്തിലേക്ക് ദൈവം നടത്താൻ പോകുന്നു. ഇന്ന് ദൂത് ആഴത്തിൽ വിശ്വസിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാം വാക്യം. യെരൂശലേമിൽ ശിമയോൻ എന്ന പേരുള്ളൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂത് പകരുക. വചനം പറയുന്നു, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഇതല്ലേ ജീവിതത്തിൻ്റെ തലങ്ങൾ? ഈ അനുഭവമല്ലേ ഇന്നും പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ജീവിതത്തിലായിരിക്കുന്നത്? ജീവിതത്തിൻ്റെ മേഖലകളിൽ ചില ആശ്വാസത്തിനായി കാത്തിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, തലമുറ ആ വിഷയം ഓർക്കുമ്പോൾ ഹൃദയം ഒട്ടും ഒരാശ്വാസമില്ല. ആ കടഭാരം ഓർക്കുമ്പോൾ ഒട്ടും ജീവിതത്തിൽ ആശ്വാസമില്ല. ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കെടുതി അത് മനസ്സിനെ, ഹൃദയത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുക. ഇപ്രകാരം ഒരുപാട് വൈഷമ്യമേറിയ തലത്തിൽ കൂടെ യാത്ര ചെയ്യുന്നു. ജീവിതത്തിൽ ഇന്നുവരെ കാണാത്തതും ഇന്നുവരെ അനുഭവിക്കാത്തതുമായ വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഹൃദയത്തിൽ ഒട്ടും ഇന്നും ഒരാശ്വാസമില്ല, അല്പം പോലും ഒരു സ്വസ്ഥതയില്ല, അല്പം പോലും സമാധാനമില്ല. ആ വിഷയങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഹൃദയം വേദനിക്കുന്നു, ദുഃഖിക്കുന്നു. ഇന്ന് ആ തലത്തിലായിരിക്കുന്ന വ്യക്തിത്വങ്ങളോട്, കുടുംബങ്ങളോട്, ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂത്, കാത്തിരിക്കുന്ന ആശ്വാസം യേശു തരാൻ പോവുക. കാത്തിരിക്കുന്ന വിടുതൽ യേശു കർത്താവ് കൽപ്പിക്കാൻ പോവുക. ആ നിലവാരത്തിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. ഈ മനുഷ്യൻ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ഈ ദൂത് മുറുകെ പിടിച്ചു, കർത്താവിൻ്റെ വചനം ആഴമായി ഏറ്റെടുത്തു. തലമുറയുടെ ആ വിഷയത്തിൽ ആശ്വാസം കണ്ടെത്തും. കുടുംബത്തിൻ്റെ ആ വിഷയത്തിൽ ആശ്വാസം കണ്ടെത്തും. ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒട്ടും ആശ്വാസമില്ലാതെ ഹൃദയതലമായിരിക്കുന്ന ആ അവസ്ഥയിൽ ആശ്വാസം കണ്ടെത്തും. ആ നിലയിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം ഇറങ്ങി വരാൻ പോകുന്നത്. സ്വസ്ഥതയില്ലാത്തയിടത്ത് ഇന്ന് പാർക്കുമ്പോൾ, സ്വസ്ഥതയില്ലാത്ത ആ ജോലി മേഖലയിൽ കർത്താവിൻ്റെ പരിശുദ്ധൻ വ്യക്തമാക്കുന്നു, ജോലിക്ക് കടന്നു പോകുന്നുണ്ട്, എന്നാൽ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒട്ടും സ്വസ്ഥതയില്ല, അവിടെ ഒട്ടും ആശ്വാസമില്ല, അവിടെ ഒട്ടും സമാധാനമില്ല. ഇന്ന് ഇങ്ങനെ ഇപ്രകാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്വസ്ഥതയോടെ ജോലി ചെയ്യുക, സ്വസ്ഥതയോടെ പ്രാർത്ഥിക്കുക, സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആലയത്തിൽ പോകുക, സ്വസ്ഥതയോടെ ആ വീട്ടിൽ പാർക്കുക. ആ ദേശത്ത്, ആ കുടുംബത്തിൽ അപ്രകാരം സ്വസ്ഥതയോടെ ആശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു വാഗ്ദത്തം ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ പൈതലേ ഒന്നും സംഭവിക്കുന്നില്ല. അത്യന്താപേക്ഷിതമായി നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അവിടെയും വിടുതലുകൾ കാണുന്നില്ല. ഇപ്രകാരം വാഗ്ദത്തങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ ഒത്തിരി ദൂതുകളുണ്ട്, ഒത്തിരി ആലോചനകളുണ്ട്. പക്ഷേ അത് നടക്കാത്ത നിമിത്തം അതെങ്ങനെ നടക്കും, അതെപ്പോൾ നടക്കും, അതെങ്ങനെ ദൈവം ക്രമീകരിക്കും, ഇപ്രകാരം മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, ആ ചിന്തകളെല്ലാം വിട്ടുകളയട്ടെ, ആ വിചാരങ്ങളെല്ലാം വിട്ടുകളയട്ടെ. ഇന്ന് വിശ്വസിക്കട്ടെ, ആശ്വാസത്തിനായി ഞാൻ കാത്തിരിക്കുന്നത്, ഞാൻ സമാധാനത്തിനായി ഞാൻ കാത്തിരിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നത്.
കാത്തിരിക്കുന്ന കാണുന്ന ദൈവം കേട്ടോ. ദൈവം ആ ആശ്വാസം പകരുന്ന നിലയിലും സ്വസ്ഥതയും സമാധാനം കൽപ്പിക്കുന്ന നിലയിലാണ് ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരാൻ പോകുന്നത്. ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനെ കാത്തിരുന്ന മനുഷ്യൻ്റെ കണ്ണുകൾ അത്ഭുതങ്ങൾ കണ്ടില്ലേ? ദൈവത്തിൻ്റെ വൈതിലെ ഇതുപോലെ തലമുറയുടെ വിഷയത്തിൽ ഒരാശ്വാസമുണ്ട്, കുടുംബ വിഷയത്തിൽ ഒരാശ്വാസമുണ്ട്. പരിശുദ്ധാത്മ അങ്ങനെ തന്നെ ദൂത് പറയുക, ആ തലം വെളിപ്പെട്ട് വന്നിരിക്കും. ഈ ദിവസങ്ങളിൽ അത് സംഭവിച്ചിരിക്കും. അങ്ങനെ കർത്താവ് കാര്യങ്ങളെ ക്രമീകരിക്കും, പരിഹരിക്കും, പ്രതിക്രിയ നടത്തി ദൈവം മാനിക്കും. കർത്താവ് സഹായിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, അങ്ങയുടെ ദൂതനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. അസ്വസ്ഥത നിറഞ്ഞ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ആശ്വാസം പകരുന്ന ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കാൻ പോകുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ വിടുതലുകൾ നടക്കട്ടെ. ഹൃദയത്തെ തൊടണം, ജീവിതത്തെ തൊടണം, കർത്താവ് വൈഷമ്യമേറിയ തലങ്ങളെ തൊടണം. ഓരോ പ്രതികൂലത്തെയും ദൈവം തുടച്ചു മാറ്റി അത്ഭുതകരമായ ദൈവപ്രവൃത്തി കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ സംഭവിക്കുക. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ, മേൽക്കുമേൽ ഉയർച്ച പ്രാപിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടുന്ന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.